ഹലോ, നമസ്കാരം. മൊബൈൽ അഡിക്ഷനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊബൈൽ അഡിക്ഷനിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ കുട്ടികൾ മൊബൈൽ അല്ലെങ്കിൽ ടി വി കൂടുതൽ സമയം കണ്ടുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതായത് അവരുടെ സെൻസ് ഓർഗൻസ് ആയിട്ടുള്ള നമ്മൾ പറയുന്ന ഓഡിറ്ററി ലേണിങ്ങും വിഷ്വൽ ലേണിങ്ങും കണ്ണും ചെവി മാത്രം കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ രണ്ട് ഭാഗങ്ങൾ മാത്രം കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യും. ബാക്കിയുള്ള സെൻസ് ഓർഗൻസിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു കുട്ടിയെ ഞാൻ ഇന്ന് പരിചയപ്പെടുകയുണ്ടായി. ആ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതായത് ചെറിയ പ്രായത്തിൽ നിരന്തരം മൊബൈൽ കാണുകയും ടി വിയിൽ കാർട്ടൂൺ കാണുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് 8 വയസ്സായിട്ടും ഈ കുട്ടിക്ക് ഒരു വാക്ക് പോലും വായിക്കാൻ കഴിയുന്നില്ല. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ലെറ്റേഴ്സ് എല്ലാം കൺഫ്യൂഷൻ ആവുന്നു. അതുപോലെ തന്നെ ഒരൊറ്റ വേർഡ് പോലും ഈ കുട്ടിക്ക് നോക്കാതെ എഴുതാനും പറ്റുന്നില്ല. സ്വന്തമായിട്ട് ചിന്തിച്ച് ഇംഗ്ലീഷോ മലയാളമോ ഒരു വാക്ക് പോലും ഈ കുട്ടിക്ക് എഴുതാനും കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് ഈ കുട്ടിയെ എത്തിച്ചത് നിരന്തരം കാർട്ടൂൺ കാണുകയും മൊബൈലിൽ കാണുകയും ചെയ്യുന്നത് വഴിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഈ കുട്ടി ഹിന്ദിയിലെ കാർട്ടൂൺ നിരന്തരം കണ്ടതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദി നന്നായിട്ട് സംസാരിക്കും. ഓക്കെ, ആ ഭാഷ നന്നായിട്ട് കുട്ടിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. പക്ഷെ ഒന്നും തന്നെ എഴുതാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷും അത്യാവശ്യം കുട്ടി സംസാരിക്കും. പക്ഷെ ഒരു വാക്ക് പോലും കുട്ടിക്ക് ലെറ്റർ നോക്കിയിട്ട് ആ ഒരു വേർഡ് നോക്കിയിട്ട് വായിക്കാനും എഴുതാനും കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടിയെ എത്തിച്ചത് മൊബൈൽ അഡിക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ലേണിങ്ങിനെ ഒരുപാട് ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ചെറിയ പ്രായത്തിൽ മൊബൈൽ അഡിക്ഷൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിനെ ഇത് ബാധിക്കുകയും അത് ഗുരുതരമായ പല അവസ്ഥകളിലേക്കും ഇവരെ എത്തിച്ചേർക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.